ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ച് ലീഗൽ ലാംഗ്വേജ് നമുക്ക് പഠിച്ചാലോ നമുക്ക്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഫ്രഷേഴ്സിന് ഇപ്പോൾ 2025 5 ഇയറിലും 3 ഇയറിലും അഡ്മിഷൻസ് എടുത്ത കുട്ടികൾക്ക് ഒരു ബേസ് ബിൽഡിങ്ങിന് വേണ്ടി കുറച്ച് പ്രധാനപ്പെട്ട ലീഗൽ ടേംസ് അതുപോലെ ലീഗൽ മാക്സിംസ് ആയി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സപ്പോർട്ടർ മുൻപ് അയച്ചു തന്ന ടോപ്പിക്സ് വെച്ചിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കഴിഞ്ഞ വീഡിയോ പാർട്ട് 1 വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാർട്ട് 2 വീഡിയോ നമുക്ക് തുടങ്ങിയാലോ നമുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് അടുത്ത കുറച്ച് പ്രധാനപ്പെട്ട നമുക്ക് ലീഗൽ ടേംസ് നമുക്ക് നോക്കാം. വൈക്കാരിയസ് ലയബിലിറ്റി. ഓക്കെ, വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഒരു വാക്കാണ്. വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നോർമലി ഒരു പേഴ്സൺ, ഇപ്പം ഞാനിപ്പോൾ ഒരു ടോർഷ്യസ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റോങ്ഫുൾ ആക്ട്. ഞാനൊരു റോങ്ഫുൾ ആക്ട് ചെയ്താൽ ഞാൻ മാത്രമേ ലയബിൾ ആവുള്ളൂ, ഇല്ലേ? ബട്ട് സംടൈംസ് വി വിൽ ബി ലയബിൾ ഫോർ ദ റോങ്ഫുൾ ആക്ട് ഓഫ് അനദർ. വേറൊരാൾ ചെയ്ത റോങ്ഫുൾ ആക്ടിന് നമ്മൾ ലയബിൾ ആവുന്ന കുറച്ച് സിറ്റുവേഷൻ, അതിനാണ് നമ്മൾ എന്തു പറയുന്നത്, വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലീഗൽ പ്രിൻസിപ്പിൾ ദാറ്റ് മേക്സ് വൺ പേഴ്സൺ ഓർ എൻറ്റൈറ്റി legally responsible for the wrongful actions of another even though they did not directly commit. വേറൊരാൾ ചെയ്ത ആക്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, ലയബിൾ ആവുക. നമ്മൾ ആ ആക്ടിൽ എന്ത് ചെയ്യുന്നില്ല, ഇൻവോൾവ്മെന്റ് ഇല്ല. ബട്ട് അതാണ് പറയുന്നത്. ഇപ്പം മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പ്, സെർവൻറ്റ് ചെയ്യുന്ന ഏതൊരു ആക്ട്, റോങ്ഫുൾ ആക്ടിന് മാസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ലയബിൾ ആവും. ഓക്കെ, സെർവൻറ്റ് തൻ്റെ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് സമയത്ത് ചെയ്യുന്ന റോങ്ഫുൾ ആക്ടിന് ആര് ലയബിൾ ആവും, മാസ്റ്റർ ലയബിൾ ആവും. മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പ്, അതുപോലെ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ്, ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ വൈക്കാരിയസ് ലയബിലിറ്റി വരുന്നുണ്ട്. ഈ ഭാഗത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാക്സിമാണ് റെസ്പോണ്ടിയേറ്റ് സുപ്പീരിയർ. റെസ്പോണ്ടിയേറ്റ് സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ എന്താ, ലെറ്റ് ദ മാസ്റ്റർ ആൻസർ. സെർവൻറ്റ് ചെയ്തിട്ടുള്ള ഒരു റോങ്ഫുൾ ആക്ട്, തൻ്റെ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ സെർവൻറ്റ് ചെയ്തിട്ടുള്ള ഒരു റോങ്ഫുൾ ആക്ടിന് എന്ത് ചെയ്യുന്നുണ്ട്, മാസ്റ്റർ ലയബിൾ ആവും. ഓക്കെ, വൈക്കാരിയസ് ലയബിലിറ്റി ഒക്കെ നിങ്ങൾ ടോട്ടൽ ക്ലാസ് ഡീറ്റെയിൽ ആയി ടീച്ചർമാർ പറഞ്ഞു തരും. ഓക്കെ, ഇതിലും പലതരം ഏറ്റവും കൂടുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണത്. ഓക്കെ, നമ്മുടെ എക്സാമിനൊക്കെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം എങ്ങനെ ആൻസർ ചെയ്യണം, എങ്ങനെ ഒരു ലീഗൽ പ്രോബ്ലം ആൻസർ ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നമ്മളെ LLB സബ്ജക്ട് ക്ലാസ്സസ് എന്ന് പറഞ്ഞ് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, ഫാക്ട്, ഇഷ്യൂ, ജഡ്ജ്മെൻറ്റ്, റീസൺസ് ഫോർ ജഡ്ജ്മെൻറ്റ്, ആ ഒരു നോർമൽ ഫോർമാൽ വിത്ത് അസോസിയേറ്റഡ് കേസ് ലോസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, റെസ്പോണ്ടേറ്റ് സുപ്പീരിയർ, അപ്പോൾ വൈക്കാരിയസ് ലയബിലിറ്റി. ഓക്കെ, ഇനി അടുത്തത് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഓക്കെ, അപ്പോൾ ഇതൊരു ഇക്വേഷൻ പോലെ പഠിച്ചു വയ്ക്കാം നമുക്ക്. കോൺട്രാക്ട് ഈസ് ഈക്വൽ ടു എഗ്രിമെന്റ് ഫ്ലോ പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. ഒരു എഗ്രിമെന്റ് നിയമം വഴി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതൊരു കോൺട്രാക്ട് ആയി മാറുക. കോൺട്രാക്ട് പഠിക്കുന്നതിനൊപ്പം തന്നെ കുറേ വാക്കുകളുണ്ട്. ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലൊരു പ്രപ്പോസൽ എന്ന് പറയും, ഇന്ത്യയിലൊരു ഒരു ഓഫർ എന്ന് പറയും. ഓഫർ ഉണ്ട്. ഓക്കെ, ഓഫർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് എന്തായി മാറും, അത് പ്രോമിസായി മാറും. സോ പ്രോമിസ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 2 ഈ ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻസ് പറയുന്നത്. ഓക്കെ, 2A എന്ത് പറയുന്നത്, ഓഫറിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഓഫർ വെൻ അക്സെപ്റ്റഡ് ബിക്കംസ് എ പ്രോമിസ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു വാക്കുണ്ട്, കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സംതിങ് ഇൻ റിട്ടേൺ. അതിനെ നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരോട് പറയുകയാണ്, എടാ എൻ്റെ ഫോണ് നീ 5000 രൂപ തരികയാണെങ്കിൽ എൻ്റെ ഫോൺ നിനക്ക് തരാം. അവിടെ ആ 5000 രൂപ, 5000 റുപ്പീസ്, ദാറ്റ് സംതിങ് ഇൻ റിട്ടേൺ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പ്രോമിസ് പ്ലസ് കൺസിഡറേഷൻ അത് എന്തായി മാറി, അത് എഗ്രിമെൻ്റ് ആയി മാറി. എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യുന്നത്, കോൺട്രാക്ട്. നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ടിൻ്റെ സെക്ഷൻ 2H കോൺട്രാക്ടിനെ പറ്റി എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ കിട്ടുമ്പോൾ വരും. നമ്മൾ ഇനിയും കോൺട്രാക്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനിയും ജൂറിസ്ഡിക്ഷൻ. വാട്ട് ഈസ് ജൂറിസ്ഡിക്ഷൻ? എന്താണ് ഈ ജൂറിസ്ഡിക്ഷൻ? അധികാരപരിധി. ഇപ്പോൾ ജൂറിസ്ഡിക്ഷൻ പലതരമുണ്ട്. പെക്യൂനറി ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, സബ്ജക്ട് മാറ്റർ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഓക്കെ, അത് പലതരത്തിൽ. അപ്പോൾ നിങ്ങളത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സുപ്രീം കോടതിക്ക് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റുമായി, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സോ സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സോ പരിഗണിക്കാനുള്ള അധികാരം ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സുപ്രീം കോടതിക്ക് മാത്രം. ഒരു ഹൈക്കോർട്ടിനും അത് പരിഗണിക്കാൻ പറ്റില്ല, ഒരു ജില്ലാ കോടതിക്കും അത് പരിഗണിക്കാം. സുപ്രീം കോടതിക്ക് അത് സുപ്രീം കോർട്ട്സ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. അതുപോലെ തന്നെ റേപ്പ്, മർഡർ പോലത്തുള്ള സീരിയസ് ഒഫൻസുകൾ,
അത് പരിഗണിക്കാനും അത് ട്രയൽ നടത്താനും അത് പണിഷ് ചെയ്യാനും സെഷൻസ് കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. അതിനെ താഴെ കിടക്കുന്ന CJM കോടതിക്കോ അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോടതിന് എന്ത് ചെയ്യുന്നില്ല, അത് പറ്റില്ല. അത് സെഷൻസ് കോടതി അല്ലെങ്കിൽ ജില്ലാ കോടതിക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. ഓക്കെ, അതാണ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അധികാര പരിധി. ഇനി വേറെ എക്സാമ്പിൾ, ഈ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ കോടതി തൃശ്ശൂർ എന്നൊരു എന്താ പറയുക ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ പരിഗണിക്കാൻ പറ്റൂ. തൃശ്ശൂർ ജില്ലാ കോടതിക്ക് എറണാകുളത്ത് നടക്കുന്ന കാര്യം എന്ത് ചെയ്യില്ല, പരിഗണിക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, പിന്നെ സബ്ജക്ട് മാറ്റർ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, പെക്യുനറി ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജൂറിസ്ഡിക്ഷൻ മീൻസ് ദ അതോറിറ്റി ഓഫ് പവർ ഓഫ് ദ കോർട്ട് ടു ഡിറ്റർമൈൻ എ ഡിസ്പ്യൂട്ട്. ഒരു ഡിസ്പ്യൂട്ട് പരിഗണിക്കാനുള്ള ഒരു അധികാരം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജൂറിസ്ഡിക്ഷൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അധികാര പരിധി. ഓക്കെ, ജൂറിസ്ഡിക്ഷൻ 3 ടൈപ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ജൂറിസ്ഡിക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി അടുത്ത് നമുക്ക് ഹൈറാർക്കി ഓഫ് സിവിൽ ആൻഡ് ക്രിമിനൽ കോർട്ട്സ് നമുക്ക് നോക്കാം. ഓക്കെ, ബേസിക്കലി നമുക്കൊരു കോർട്ടിനൊരു നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഇൻ്റഗ്രേറ്റഡ് ഹൈറാർക്കിയൽ സിസ്റ്റമാണ്. ഓക്കെ, ഏറ്റവും ടോപ്പിൽ എന്തുണ്ട്, സുപ്രീം കോർട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് ഹൈറാർക്കിയൽ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്രിമിനൽ കോർട്ടിൻ്റെ ഹൈറാർക്കി. ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിൻ്റെ കണ്ടക്സ്റ്റിൽ ഞാൻ പറയാം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും ലോവസ്റ്റ് ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കോർട്ടാണ്. ഏറ്റവും ലോവസ്റ്റ് ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കോർട്ട്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. ഓക്കെ, നിങ്ങൾ കോടതിയിലൊക്കെ ഇനിയിപ്പോൾ ഇന്റേൺഷിപ്പ് സമയത്ത് നിങ്ങൾ കോടതിയിലൊക്കെ പോകുമ്പോൾ നിങ്ങളെ കോടതിയുടെ മുന്നിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, JFCM. ഓക്കെ, JFCM എന്ന് കണ്ടാൽ എന്താണ്, അത് മജിസ്ട്രേറ്റ് കോർട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മജിസ്ട്രേറ്റ് കോർട്ട് ഈസ് ദ ലോവസ്റ്റ് ക്രിമിനൽ കോർട്ട്. കേരളത്തിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സെക്കൻഡ് ക്ലാസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അബോളിഷ് ചെയ്തു. ഇനി മജിസ്ട്രേറ്റ് കോർട്ടിന് മേളിലുള്ള കോടതി ഏതാ, CJM കോർട്ട്, ചീഫ് ജുഡീഷ്യൽ. ഞാൻ ക്രിമിനൽ കോർട്ടിന് ഹൈറാർക്കിയാണ് പറഞ്ഞത്. മജിസ്ട്രേറ്റ് കോർട്ടാണ് ലോവർ കോർട്ട്, അതിന് മേളിൽ നിന്നിട്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ചീഫ് ജുഡീഷ്യൽ CJM കോർട്ട്. CJM കോർട്ടിന് മേളിൽ ഏതുണ്ട്, സെഷൻസ് കോർട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ട് എന്നാണ് പറയുക. സെഷൻസ് കോർട്ട് ഓർ ഡിസ്ട്രിക്ട് കോർട്ട്. അപ്പം നിങ്ങൾ ജില്ലാ കോടതിയിൽ ഇന്റേൺഷിപ്പ് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബോർഡ് നിങ്ങൾ നോക്കും, മനസ്സിലാക്കുക ക്രിമിനൽ കോടതിയാണോ സിവിൽ കോടതിയാണോ നമുക്ക് വേർതിരിച്ചറിയണ്ടേ. ഇങ്ങനെയാണ് ഹൈറാർക്കി വരുന്നത്. ഏറ്റവും താഴെ മജിസ്ട്രേറ്റ് കോർട്ട്, അതിൻ്റെ മേളിൽ CJM കോർട്ട്, അതിൻ്റെ മേളിൽ സെഷൻസ് കോർട്ട് കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോർട്ട് കഴിഞ്ഞാൽ എന്താണ്, സുപ്രീം കോർട്ട്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിമിനൽ കോടതിയുടെ ഹൈറാർക്കി. ഇതാണ് കേരളത്തിലെ ക്രിമിനൽ കോർട്ട്. ഇനി സിവിൽ കോർട്ട് ഹൈറാർക്കി നമുക്ക് നോക്കാം. സിവിൽ കോർട്ടിന് ഏറ്റവും താഴെ കിടക്കുന്ന കോടതി എന്ന് പറയുന്നത് മുൻസിഫ് കോർട്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ കോടതി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മുൻസിഫ് കോർട്ട് ആയിരിക്കില്ല, അവിടെ പ്രിൻസിപ്പൽ മുൻസിഫ് കോർട്ടുണ്ടാവും, പിന്നെ അഡീഷണൽ മുൻസിഫ് കോർട്ടുകൾ. കാരണം ഒരു കോടതി മാത്രം ഇത്രയധികം കേസുകൾ പരിഗണിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മുൻസിഫ് കോർട്ടാണ് ഏറ്റവും ലോവസ്റ്റ് സിവിൽ കോർട്ട്. അതിന് മേളിൽ ഏതുണ്ട്, സബ് കോർട്ട് അല്ലെങ്കിൽ സബോർഡിനേറ്റ് കോർട്ട് എന്നാണ് പറയുക. ഓക്കെ, സബ് കോർട്ട് അല്ലെങ്കിൽ സബോർഡിനേറ്റ് കോർട്ട്. അതിൻ്റെ മേളിൽ ഏതുണ്ട്, അതിൻ്റെ മേളിൽ ഡിസ്ട്രിക്ട് കോർട്ട് ഡിസ്ട്രിക്ട് കോർട്ട് ഉണ്ട്. ഡിസ്ട്രിക്ട് കോർട്ടിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളത് ഏതാണ്, ഹൈക്കോർട്ടിന് മേളിൽ സുപ്രീം കോർട്ട്. കണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക എന്താ, ഒരു ജില്ലയിലെ ഒരു ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ ക്രിമിനൽ കോടതി എന്ന് പറയുന്നത് ഏത്, അത് സെഷൻസ് കോർട്ടാണ്. ഓക്കെ, ഈ സബ് കോർട്ടിൽ നമ്മുടെ ഈ സിവിൽ ഹൈറാർക്കി വരുമ്പോൾ എന്താണ്, മുൻസിഫ്, അതിന് മേളിൽ സബോർഡിനേറ്റ് കോർട്ടിൽ സബ് കോർട്ട്, അതിന് മേളിൽ ഡിസ്ട്രിക്ട് കോർട്ട്, അതിന് മേളിൽ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്. അപ്പോൾ ഇതാണ് കേരളത്തിലെ ക്രിമിനൽ സിവിൽ കോർട്ടിൻ്റെ ഹൈറാർക്കി വരും. ഇനി കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഈ മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ പോകുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചർമാർ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ കൺവേ ചെയ്ത് തരും. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനായിട്ട് എനിക്ക് കൺവേ ചെയ്യാനുള്ളത്. നമ്മൾ കൂടുതൽ കാര്യങ്ങളായിട്ട് ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാ ലീഗൽ ടേംസും ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനപ്പെട്ട എല്ലാ ലീഗൽ ടേംസും നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർന്നിട്ടില്ല. നമുക്ക് ഇനിയും വരാം. ഓക്കെ, അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുള്ളായി ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക.